മാസത്തെ വരവേറ്റ റമദാൻ പലഹാര വിഭവങ്ങളുടെ വൈവിധ്യമൊരുക്കി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് 70-ലധികം വ്യത്യസ്ത റമദാൻ സ്നാക്സുകളെ പരിചയപ്പെടുത്തുന്ന സ്നാക്സ് കൗണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സുബൈർ ഉദിനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റമദാൻ കാലമെത്തിയതോടെ അപ്പത്തരങ്ങളുടെ സ്റ്റാളുകളും സജീവമായി തുടങ്ങി. നോമ്പുതുറക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ് വിഭവസമൃദ്ധമായ അപ്പത്തരങ്ങൾ. അങ്ങനെ ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു അപ്പത്തര സ്റ്റാളിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലസമൃദ്ധമായ രീതിയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ റമദാനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത്. 35ഓളം വെറൈറ്റി നമ്മൾ മലബാർ സ്നാക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഏകദേശം 10-30 വെറൈറ്റി നമ്മൾ അറബിക് സ്നാക്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഏകദേശം 70-75 വെറൈറ്റി സ്നാക്സ് മാത്രമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട് ലുലുവിൽ എല്ലാവർക്കും വേണ്ടി. സാധാരണ എന്ന് പറഞ്ഞാൽ റമദാൻ തുടങ്ങി ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെ ഒന്ന് സജീവമായി തുടങ്ങുക. ഇതെനിക്ക് തോന്നുന്നു റമദാൻ 1 മുതൽ തന്നെ ഏറെ സജീവമായി എനിക്കൊന്ന് ഒത്തിരി പലഹാരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആദ്യമേ തൊട്ട് നമ്മൾ അവെയർ ആക്കിയാണ് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കാം, ഇലാഞ്ചി, ചട്ടിപ്പത്തിരി, ഉന്നക്കായ, അങ്ങനെ ഒരുപാട് മലബാർ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സുകൾ നമ്മൾ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ മലബാർ വിഭവങ്ങൾ തേടിയെത്തുന്ന മലയാളികളുടെ എണ്ണം ചെറുതല്ല അല്ലേ? ഒത്തിരി ആൾക്കാർ ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈവൻ മലയാളികൾ മാത്രമല്ല, ഈ വിഭവങ്ങൾ എല്ലാ നോർത്ത് ഇന്ത്യക്കാരായാലും നമ്മുടെ അറബിക് കസ്റ്റമേഴ്സ് ആയാലും അറബികൾക്ക് ഇവിടെയുള്ള സൗദികൾക്കടക്കം ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ് ഈ സമൂസ എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഈ മധുരം അടങ്ങിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. സമോസയിൽ പല വെറൈറ്റി, നമ്മുടെ ചീസ് സമോസ, ചിക്കൻ സമോസ, മട്ടൺ സമോസ, അങ്ങനെ പല വിഭവങ്ങൾ, സമോസകൾ, സ്പ്രിംഗ് റോളുകൾ, പിന്നെ നമ്മുടെ കിബ്ബ എന്ന് പറയുന്ന അവരുടെ ഒരു ട്രഡീഷണൽ പലഹാരമാണ്. അതെല്ലാം നമ്മൾ ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ റമദാൻ 1 ഇന്നിപ്പം ഉച്ചയ്ക്ക് എത്ര മണിക്ക് ഇവിടെ തുടങ്ങി? നമ്മൾ 2 മണി മുതൽ ഏകദേശം ഇത് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഈ സ്റ്റോൾ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വിഭവങ്ങളെല്ലാം എന്താ പറയാ, ഒരു മലബാറിന്റെ അസൽ രുചി അല്ലേ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്പെസിഫിക്കലി മലബാർ കസ്റ്റമേഴ്സിനെ എയിം ചെയ്തുകൊണ്ട് മലബാറിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ട്രഡീഷണൽ ടേസ്റ്റിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സ്വദേശികൾക്കും അല്ലേ അവരുടേതായ സ്വാദ് ഒട്ടും ചോർന്ന രീതിയിൽ നമ്മൾ ലൈവ് കൗണ്ടറുകൾ ചെയ്യുന്നുണ്ട്. അവർക്കായിട്ടുള്ള അവരുടെ ലുക്കീമത്ത്, ബലാഷാം, അങ്ങനെയുള്ള അറബിക് സ്വീറ്റ്സുകൾ നമ്മളിവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇതിന്റെ നിരക്കും ചെറിയ റേറ്റ് ആയിരിക്കും. റേറ്റ് ഒക്കെ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന റേറ്റിലാണ് നമ്മളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. റേറ്റ് എല്ലാം നമ്മൾ ലുലുവിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ എല്ലാം ഇപ്പോൾ ഈ റമദാൻ പ്രമാണിച്ച് എല്ലാ റേറ്റുകളും വളരെ മീഡിയോക്കർ റേറ്റ്സ് തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 റിയാൽ 3 റിയാലിന് കൂടുതലുള്ള പലഹാരങ്ങളൊന്നും തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. എല്ലാം ആ റേഞ്ചിലാണ്. ഇനി ലുലുവിലേക്ക് എത്തുന്ന ഉപഭോക്താക്കൾക്ക് തിരിച്ചു പോകുമ്പോൾ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളും കൂടി നിങ്ങളുടെ കൂടെ കരുതാം. വിഭവ സമൃദ്ധമായ പലഹാരങ്ങൾ കൊണ്ട് സമൃദ്ധമാവട്ടെ നോമ്പ് തുറ നേരങ്ങൾ. സുബൈറുദ്ദീനോ, 24 ദമാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.